ഈ പെണ്ണ് തന്റെ മാഗ്നറ്റിക് പവർ യൂസ് ചെയ്ത് തന്റെ സെല്ലിന്റെ വാതിൽ തുറക്കാനായി ശ്രമിക്കുമ്പോൾ ഷോക്ക് അടിച്ചതുപോലെ തറയിൽ വന്ന് വീഴുന്നു. അത് കണ്ട് മറ്റു സെല്ലിൽ കിടക്കുകയായിരുന്ന തടവുകാർ ചിരിക്കാൻ തുടങ്ങുന്നു. അത് കണ്ടൊരു ലേഡി അവളുടെ കഴുത്തിൽ ആ കോളറുള്ളിടത്തോളം അവൾക്ക് സൂപ്പർ പവർ യൂസ് ചെയ്യാൻ കഴിയില്ലെന്ന് പറയുന്നു. അതിനുശേഷം അവൾ കുളിക്കുമ്പോൾ അവളുടെ മുടിയിൽ നിന്ന് ബ്ലാക്ക് കളർ ഒഴുകിയിറങ്ങുന്നു. മറ്റു തടവുകാർ അത് അതിശയത്തോടെ നോക്കി നിൽക്കുന്നു. പക്ഷെ അവൾ ഒന്നും സംഭവിക്കാത്തതുപോലെ അവിടെ നിന്ന് പോകുന്നു. പിന്നീട് അവൾ മറ്റു തടവുകാർക്കൊപ്പം ഇരിക്കാൻ പോകുമ്പോൾ അവിടെ ഉണ്ടായിരുന്ന ഒരു ഗ്യാങ് ലീഡർ ഇവിടേക്ക് വരുന്ന സൂപ്പർ പവർ ഉള്ളവരെല്ലാം എന്റെ അടിമകളാണ്, ഇനി മുതൽ നീയും അങ്ങനെയാണെന്ന് പറയുന്നു. അവൾ അത് എതിർക്കുമ്പോൾ ഗ്യാങ് ലീഡറിന്റെ ആൾക്കാർ അവളെ അടിക്കുന്നു. മാത്രമല്ല അവൾ ഗർഭിണിയാണെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ ഗ്യാങ് ലീഡർ അവളുടെ വയറ്റിൽ ചവിട്ടുന്നു. ഉടനെ അവൾ ആ കോളറിനെ വകവയ്ക്കാതെ തന്റെ സർവ്വശക്തിയും ഉപയോഗിച്ച് അവിടെ ഉണ്ടായിരുന്ന മെറ്റൽ ടേബിൾ യൂസ് ചെയ്ത് ആ ഗ്യാങ് ലീഡറിനെ അറ്റാക്ക് ചെയ്യുന്നു. പക്ഷെ അവിടേക്ക് വന്ന ഗാർഡ്സ് അവളെ പിടിച്ചുകൊണ്ടുപോയി ഒരു സ്പെഷ്യൽ സെല്ലിൽ അടയ്ക്കുന്നു. എന്നാൽ തന്റെ കുഞ്ഞിന് വേണ്ടി അവിടെ നിന്ന് രക്ഷപ്പെടണമെന്ന് അവൾ ചിന്തിക്കുന്നു. അവൾ സെല്ലിന്റെ അയൺ ഡോർ ഓപ്പൺ ചെയ്യാൻ ശ്രമിക്കുന്നു. കോളർ അവൾക്ക് മുന്നറിയിപ്പ് കൊടുക്കുന്നുണ്ടെങ്കിലും അവൾ അത് വകവയ്ക്കാതെ കഠിനമായി പരിശ്രമിച്ച് ആ ഡോർ തകർക്കുന്നു. പക്ഷെ അപ്പോഴേക്കും അവൾ അവശയാവുന്നു. അവൾ നിരങ്ങി വന്ന് ചുവരിൽ ചാരിയിരിക്കുന്നു. അപ്പോഴേക്കും അവിടേക്ക് വന്നൊരു ഗാർഡ് അവളെ കാണുന്നു. ഇനിയും അവൾ രക്ഷപ്പെടാൻ ശ്രമിക്കുന്നത് തടയുന്നതിനായി അവർ അവളെ മറ്റൊരു സുരക്ഷിതമായ സ്ഥലത്തേക്ക് മാറ്റാൻ തീരുമാനിക്കുന്നു. അതിനായി അവളുടെ പവർ വർക്കാവാതിരിക്കാൻ ട്രക്കിനകത്തൊരു പ്ലാസ്റ്റിക് കേജിനകത്ത് അവളെ അടയ്ക്കുന്നു. അതേസമയം അവളെ രക്ഷിക്കുന്നതിനായി ടീംമേറ്റ്സ് കാത്തു നിൽക്കുന്നു. ആ ട്രക്ക് അടുത്തെത്തിയതും അവർ അതിന്റെ ഒരു ടയർ ഡാമേജ് ആക്കുന്നു. അതിനുശേഷം അപ്രത്യക്ഷമാകാൻ കഴിവുള്ള ഒരാളെ ആ ട്രക്കിനടുത്തേക്ക് അയക്കുന്നു. പക്ഷെ കുറച്ചു മുന്നോട്ട് വന്നതും അയാൾക്ക് പവർ ഇല്ലാതാവുന്നു. ഉടനെ പോലീസ് ഷൂട്ട് ചെയ്തതും അയാൾക്ക് വെടിയേൽക്കുന്നു. മാത്രമല്ല അവരുടെ ടീമിലെ ഓരോരുത്തർക്കായി പവർ നഷ്ടമാവുന്നു. നോക്കുമ്പോൾ ആ പോലീസുകാരിൽ ഒരാൾക്ക് ഇവരുടെ പവർ പ്രവർത്തിക്കാതാക്കാനുള്ള കഴിവുണ്ട്. വേറെ വഴിയില്ലാത്തത് കൊണ്ട് അവർ പോലീസുകാർക്ക് നേരെ ഷൂട്ട് ചെയ്യുന്നു. അതേസമയം ട്രക്കിലുണ്ടായിരുന്ന പോലീസുകാർ അവളെ അവിടെ നിന്ന് മാറ്റാൻ ശ്രമിക്കുന്നു. പക്ഷെ അവൾക്കൊപ്പം ഉണ്ടായിരുന്ന തടവുകാരൻ അതിലൊരാളെ അടിച്ചിടുന്നു. അപ്പോഴേക്കും അവളുടെ ടീംമേറ്റ്സിൽ ഒരാൾ ആ പവറുള്ള പോലീസുകാരനെ അടിച്ചിട്ടതും എല്ലാവർക്കും അവരവരുടെ പവർ തിരിച്ചു കിട്ടുന്നു. അതുകൊണ്ട് അവർ തങ്ങളുടെ പവർ യൂസ് ചെയ്ത് ഫൈറ്റ് ചെയ്യാൻ തുടങ്ങുന്നു. ഇവൾക്കും പവർ തിരികെ കിട്ടിയെങ്കിലും പ്ലാസ്റ്റിക് കേജിനകത്തായതുകൊണ്ട് അത് യൂസ് ചെയ്യാൻ കഴിയുന്നില്ല. അപ്പോൾ അവൾക്കൊപ്പം ഉണ്ടായിരുന്ന ആ തടവുകാരൻ തന്റെ കാലിൽ മെറ്റൽ സ്ക്രൂ ഉണ്ടെന്നും അത് യൂസ് ചെയ്യാനും പറയുന്നു. അവൾ മടിയോടെ ആണെങ്കിലും ആ സ്ക്രൂ പുറത്തെടുത്ത് അവരുടെ കൈവിലങ്ങുകൾ പൊട്ടിക്കുന്നു. മാത്രമല്ല അത് വെച്ച് തന്നെ ബാക്കിയുണ്ടായിരുന്ന ഒരു പോലീസുകാരനെയും അറ്റാക്ക് ചെയ്യുന്നു. എന്നിട്ട് അവർ ട്രക്കിൽ നിന്ന് പുറത്തെത്തുന്നു. അത് കണ്ട് പുറത്തുണ്ടായിരുന്ന പോലീസുകാർ അവർക്ക് നേരെ ഷൂട്ട് ചെയ്യുന്നു. അവൾ ആ ബുള്ളറ്റ്സിനെ തടയുന്നു. എന്നിട്ട് അവൾ കൈവീശിയതും പോലീസുകാരുടെ കയ്യിലുണ്ടായിരുന്ന തോക്കെല്ലാം തെറിച്ചു പോകുന്നു. അപ്പോഴേക്കും ടീംമേറ്റ്സ് കാറുമായി വന്ന് അവരെ കൂട്ടിക്കൊണ്ടു പോകുന്നു.